ആരാധനാലയങ്ങൾ എന്നതിലുപരി ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കയറി വരുന്നത് നിഗൂഢതകളാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും അവയുടെ അത്ഭുതങ്ങളും മിക്ക ക്ഷേത്രങ്ങൾക്കും സ്വന്തമായുണ്ട്. പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമൊപ്പം ആളുകളുടെ കൂടിച്ചേരൽ ഇടങ്ങളായും പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെയുണ്ട്. ചില ക്ഷേത്രങ്ങൾ അത്ഭുതകരമായ സംഭവങ്ങൾക്ക് പ്രസിദ്ധമാണെങ്കിൽ ചില ഇടങ്ങൾ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമാണ് പേരുകേട്ടിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിഗൂഢമായ നിർമ്മിതികളുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. സാങ്കേതിക വിദ്യയിലോ നിർമ്മാണ രീതികളിലോ ഒരു പടി പോലും വികസിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് നിർമ്മാണത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം. അതാണ് ഈ വീഡിയോ. ആദ്യത്തെ ക്ഷേത്രം ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രിയാണ്. ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലൊന്നാണ് ഭൂട്ടാനിലെ ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി. 8-ാം നൂറ്റാണ്ടിൽ ഗുരു പത്മസംഭവ 3 വർഷവും 3 മാസവും 3 ആഴ്ചയും 3 ദിവസവും 3 മണിക്കൂറും ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ധ്യാനിച്ചിരുന്നു എന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും 10,240 അടി ഉയരത്തിൽ പാറക്കെട്ടുകളിലാണ് അതിസാഹസികമായി ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഭൂട്ടാനിലെ പരോ താഴ്വരയിലാണ് ഈ ആശ്രമമുള്ളത്. 1962 ഈ ആശ്രമം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. ഗുരു പത്മസംഭവയോടൊപ്പം കടുവയുടെ രൂപത്തിൽ ഗുരു റിംപോച്ചയുടെ പ്രധാന ശിഷ്യയായ ജ്ഞാനസാഗരയും ഇവിടെയെത്തി തപസ്സു ചെയ്തു എന്നാണ് വിശ്വാസം. അത്ഭുതങ്ങൾ നിറച്ച രണ്ടാമത്തെ ക്ഷേത്രം കൈലാസ ക്ഷേത്രമാണ്. എല്ലോറയിലെ കൈലാസ ക്ഷേത്രം ഇന്ത്യയിലെ എല്ലാ കാലഘട്ടത്തിലെയും നിർമ്മിതികളിൽ ഏറ്റവും മഹത്തായ നിർമ്മിതിയായി അറിയപ്പെടുന്നത് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രമാണ്. തെക്കേ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ശില്പകലയായി വാഴ്ത്തപ്പെടുന്ന കൈലാസനാഥ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനം കൂടിയാണ്. 150 വർഷമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിരമിഡിന്റെ മാതൃകയിൽ 31.61 മീറ്റർ നീളത്തിലും 46.92 മീറ്റർ വീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലോറയിലെ ചാരനന്ത്രി ഹിൽസിലെ ഒറ്റക്കല്ലിലാണ് ഇതുള്ളത്. കൈലാസത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന കല്ലിൽ കൊത്തിയിരിക്കുന്ന ക്ഷേത്രവുമാണ്. വൈദ്യുതിയും സാങ്കേതിക വിദ്യകളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിച്ചത് ഇന്നും ഒരു അത്ഭുതമായാണ് കണക്കാക്കുന്നത്. മൂന്നാമത്തെ ക്ഷേത്രം ശ്രീലങ്കയിലെ ജതവനാരാമയയാണ്. ശ്രീലങ്കയിലെ ബുദ്ധമത വിശ്വാസികൾ വിശുദ്ധ നഗരമായി കണക്കാക്കുന്ന അനുരാധപുരിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ബുദ്ധസ്തൂപമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പുരാതന ഘടന കൂടെയാണിത്. 400 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അനുരാധപുരിയിലെ മഹാസേന രാജാവ് നിർമ്മിച്ച ശ്രീലങ്കയിലെ ഏറ്റവും ഉയരം കൂടിയ സ്തൂപമാണിത്. ശ്രീലങ്കയിലെ മഹാവിഹാരം തകർന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. എന്നാൽ അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിനായില്ല. പകരം അദ്ദേഹത്തിന്റെ മകൻ മാഗവണ്ണ ഒന്നാമനാണ് ഈ സ്തൂപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ബുദ്ധന്റെ ബെൽറ്റിന്റെ ഒരു ഭാഗം ഇവിടെ സംരക്ഷിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും ഉയരമുള്ള നിർമ്മിതി എന്നല്ല, പകരം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത്. 5 ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ളതും 10,000 സന്യാസിമാർ താമസിക്കുന്നതുമായ ഒരു സ്ഥലമാണിത്. നാലാമത്തെ ക്ഷേത്രം അങ്കോർ വാട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർ വാട്ട്. ദക്ഷിണേന്ത്യൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഗമർ രാജാവായിരുന്ന സൂര്യവർമ്മൻ രണ്ടാമന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഇത് പൂർത്തീകരിക്കുന്നത് ജയവർമ്മൻ 7-ാമന്റെ കാലത്താണ്. ഹൈന്ദവ ദൈവങ്ങളുടെ വാസസ്ഥാനമായ മഹാമേരുവിന്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറോട്ടുള്ള ക്ഷേത്രത്തിന്റെ ദർശനം സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഹിന്ദു ക്ഷേത്രമായാണ് നിർമ്മിക്കപ്പെട്ടിരുന്നതെങ്കിലും കാലവും ഭരണവും മാറിയതോടുകൂടെ ബുദ്ധക്ഷേത്രമായി ഈ ക്ഷേത്രം മാറുകയായിരുന്നു. 400 ചതുരശ്ര കിലോമീറ്റർ അഥവാ 154 ചതുരശ്ര മൈൽ വിസ്തൃതിയിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രവും ഇവിടുത്തെ അവശേഷിപ്പുകളും ഇപ്പോഴുള്ളത്. ഈ ക്ഷേത്രം കംബോഡിയയുടെ അഭിമാനത്തിന്റെയും ദേശീയ ഐക്കണുകളുടെയും ഉറവിടമാണ്. മാത്രമല്ല ദേശീയ പതാകയിൽ അഭിമാനത്തോടെ അവർ ഇതിനെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തെ അതിശയിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണ് മ്യാൻമാറിലെ ശ്വതഗോൺ പഗോഡ. സുവർണ പഗോഡ, ദഗോൺ പഗോഡ എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ നാമമെന്ന് പറയുന്നത് ശ്വതഗൺ സേതി ദോ എന്നാണ്. സിംഗുറ്റാര എന്ന കുന്നിനു മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2500 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീബുദ്ധന്റെ 8 മുടിയിഴകൾ സൂക്ഷിച്ചിരുന്നു എന്നും വിശ്വാസമുണ്ട്. ഇതുകൂടാതെ മതപരമായ വേറെയും തിരുശേഷിപ്പുകൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. മ്യാൻമറിലെ ഏറ്റവും പഴയ ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. 100 കണക്കിന് സ്വർണ്ണഫലകങ്ങളാൽ പൊതിഞ്ഞ ഇഷ്ടികകൾ കൊണ്ടാണ് പഗോഡ നിർമ്മിച്ചിരിക്കുന്നത്. സ്തൂപത്തിന്റെ മുകളിലെ പാളി 5448 വജ്രങ്ങളും 2317 മാണിക്യങ്ങളുമുള്ള ഒരു കുടക്കിരീടം എന്നറിയപ്പെടുന്നു. സ്വർണം, വജ്രം, മാണിക്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനാൽ ഈ ക്ഷേത്രങ്ങൾ വളരെ മനോഹരമായി കാണപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരത്ഭുതമാണ് ബോറോബുദൂർ ക്ഷേത്രം.
ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രമാണ് ഇന്തോനേഷ്യയിലെ ബോറോബുദർ. മഹായാന ബുദ്ധവിഹാരമായ ഇവിടം അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ്. ഒന്നിനു മുകളിൽ ഒന്നായി 6 ചതുരപീഠങ്ങളും അതിനു മുകളിലിരുന്ന് വൃത്താകാര പീഠങ്ങളുമായാണ് ഇതിന്റെ നിർമ്മിതി. ഈ പീഠങ്ങളിലെല്ലാമായി 2672 ശില്പഫലകങ്ങളും 504 ബുദ്ധപ്രതിമകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്തെ ഏറ്റവും മനോഹരമായ ക്ഷേത്ര നിർമ്മിതികളുടെ പട്ടികയിലുള്ള ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ളതാണ്. വാട്ട്റോങ് ഗുൻ എന്നു പേരുള്ള ഈ ക്ഷേത്രം 1997 തുറന്നുകൊടുത്തത്. യഥാർത്ഥത്തിൽ തായ്ലൻഡിലെ ചിയാങ് റായ് പ്രവിശ്യയിലെ ബുദ്ധക്ഷേത്രത്തിന്റെ ശൈലിയിലുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു കലാപ്രദർശനമാണ് വാട്ട്റോങ് ഗുൻ. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യഥാർത്ഥ വാട്ട്റോങ് ഗുൻ ക്ഷേത്രത്തിന്റെ അവസ്ഥ വളരെ മോശമാവുകയും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധത്തിലായിത്തീരുകയും ചെയ്തു. ആവശ്യത്തിന് ഫണ്ടുകൾ ലഭിക്കാത്തതും നവീകരണത്തിന് തടസ്സമാകുന്നു. തുടർന്ന് ചിയാങ് റായിൽ നിന്നുള്ള പ്രാദേശിക കലാകാരനായ ചലർചായ് കോസ്തിപിട്ട് ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കാനും സ്വന്തം പണം ഉപയോഗിച്ച് പദ്ധതിക്ക് ധനസഹായം നൽകാനും തീരുമാനിക്കുന്നു. ഇന്നുവരെ ഏകദേശം ഇദ്ദേഹം 1080 ദശലക്ഷം തായ്ലൻഡ് പണമാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അത്ഭുതങ്ങളായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇനിയുള്ള ക്ഷേത്രം പ്രംബനങ് ക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പ്രംബനങ് ക്ഷേത്രം ഇന്തോനേഷ്യയിലെ തന്നെ പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ്. ജാവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ത്രിമൂർത്തികളായ വിഷ്ണുവും ബ്രഹ്മാവും ശിവനുമാണ്. 1991 യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ്. ഇന്തോനേഷ്യയുടെ തനതായ നിർമ്മാണ ശൈലിയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രഗോപുരത്തിന് 47 മീറ്ററാണ് ഉയരം. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന നിഗൂഢ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇന്തോനേഷ്യൻ നഗരമായ യോഗാകാർത്തയിൽ നിന്ന് 17 കിലോമീറ്റർ വടക്കുകിഴക്കായിട്ടാണ് പ്രംബനൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ലിസ്റ്റിലെ അവസാന സ്ഥാനത്ത് പറയുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ്. മധുര മീനാക്ഷി ക്ഷേത്രം. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു ലോകാത്ഭുതമാണ് തമിഴ്നാട്ടിലെ മധുരയിലെ മധുര മീനാക്ഷി ക്ഷേത്രം. 12 ഗോപുരങ്ങളും 4500-ലധികം തൂണുകളും അതിശയിപ്പിക്കുന്ന നിർമ്മിതികളുമായി 15 ഏക്കറിലധികം സ്ഥലത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനെ ചുറ്റിയാണ് മധുര നഗരം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ സ്പിരിച്വൽ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് മധുര മീനാക്ഷി ക്ഷേത്രം.